ഇന്നത്തെ വീഡിയോ ഓണക്കൃഷിക്കുള്ള പച്ചക്കറിയെ പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഓണത്തിന് കൃഷി ചെയ്യുന്നത് മുളക്, പടവലം, പാവലം, മത്ത, വെണ്ട, പീച്ചിൽ, ചുരയ്ക്ക, വെള്ളരി, കുമ്പളം, വഴുതന ഇതൊക്കെ നമുക്ക് ഓണത്തിന് കൃഷി ചെയ്യാവുന്നതാണ്. അതിൽ മത്തവും പീച്ചിൽ, ചുരയ്ക്ക, വെള്ളരി, കുമ്പളമൊക്കെ 60 ദിവസം വേണം കേട്ടോ നമുക്ക് കൃഷി ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ നട്ടൊക്കെ പിടിപ്പിക്കണം. പിന്നെ നമ്മൾ മുളകൊക്കെ നടുന്നവരാണെങ്കിൽ വഴുതനയൊക്കെ നടുന്നുണ്ടെങ്കിൽ വാരം കോരി നിലത്ത് നടുകയാണെങ്കിൽ വാരം കോരിയിട്ട് വേണം നടാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. ഇപ്പോൾ ഇത് കണ്ടോ, പയറാണ് പാവിയിരിക്കുന്നത്. അപ്പോൾ അതിതുപോലെ വാരം കോരി പാവി വെക്കണം. അല്ലെങ്കിൽ വെള്ളം കണ്ടോ, ഇതിനിവിടെ ചാലിട്ട് കൊടുത്തിരിക്കുകയാണ് വെള്ളം പോകുവാനായിട്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ നിലത്ത് കൃഷി ചെയ്യുമ്പോൾ. ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ആവശ്യമില്ല, നമുക്ക് നട്ടു കൊടുത്താൽ മതി. പിന്നെ നല്ലതുപോലെ അടിവളമൊക്കെ ചേർത്തിട്ട് വേണം കേട്ടോ മണ്ണൊക്കെ ഒരുക്കാനായിട്ട്. അടിവളം ചേർത്തെങ്കിൽ മാത്രമേ നന്നായിട്ട് വിത്തുകളും മുളയ്ക്കുകയുള്ളൂ, അതുപോലെ തന്നെ ചെടി വളരുകയുള്ളൂ. അതുപോലെ വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും വളങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഒന്നില്ലെങ്കിൽ കോഴിവളം, ചാണകപ്പൊടി, അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ വളമുണ്ടായെങ്കിൽ മാത്രമേ കൃഷികളൊക്കെ നന്നാവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ അമരെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിത്ത് മുളപ്പിക്കുന്നത് കാണിച്ചിരുന്നു. പിന്നെ ഇതൊക്കെ കോഴിവളവും ചാണകപ്പൊടിയും ഇറക്കിയിരിക്കുന്നതാണ്. കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം വളം തന്നെ വേണം. കോഴിവളം മുളകിന് എപ്പോഴും നല്ലതാണ്. ചാണകപ്പൊടിയിലും നല്ലതാണ് കോഴിവളം. അത് ഓരോ മണ്ണിൻ്റെ അനുസരിച്ചായിരിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് കോഴിവളമാണ്. മുരടിപ്പൊന്നും ഉണ്ടാവില്ല. ചാണകം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ, ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ മുരടിപ്പ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും കോഴിവളം തന്നെയാണ് മുളകിന് ഇട്ട് കൊടുക്കുന്നത്. മറ്റു തൈകൾക്ക് ചാണകപ്പൊടിയും അതുപോലെ കിച്ചൺ വേസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെപ്പോഴും മണ്ണ് ഒരുക്കിയിടണം. കുമ്മായം ചേർത്ത് പുളി മാറ്റി, അതിൻ്റെ ആ കുമ്മായത്തിൻ്റെ പുളി മാറ്റി വളം മണ്ണൊക്കെ ഒരുക്കിയിട്ട് വേണം വിത്ത് പാകാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വിത്ത് പാകാനായിട്ട് മണ്ണ് ഒരുക്കി വയ്ക്കണം. പിന്നെ നമ്മൾ തൈകളൊക്കെ മുളപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരുക്കി വെച്ച മണ്ണിലാണ് തൈ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വഴുതന തൈയൊക്കെ വെണ്ടത്തൈയൊക്കെ മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മുളപ്പിച്ച വഴുതന തൈ 3-4 എണ്ണമൊക്കെ ആയിട്ടാണ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി വരുമ്പോൾ നമ്മൾ നിലത്ത് അല്ലെങ്കിൽ ഗ്രോ ബാഗിലേക്ക് വെച്ച് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് മുളപ്പിച്ച് വെക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് മുളപ്പിക്കുകയും ചെയ്യാം കേട്ടോ. വഴുതനയൊക്കെ അധികമായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ തൈകളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വയ്ക്കും. ഇതിപ്പോൾ 1 മാസം കഴിയുമ്പോൾ ഇതിൽ നിന്ന് മണ്ണിലേക്ക് നട്ടു കൊടുക്കും. ഇനി വെണ്ടയാണ് കേട്ടോ. വെണ്ടയും ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ ഈ മഴ കാരണം നമുക്ക് വെക്കുമ്പോൾ അത് വെള്ളം വന്ന് ചീത്തയായി പോകും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കവറുകളിലോ അല്ലെങ്കിൽ വെച്ച് കൊടുത്ത് ഒന്ന് വലുതാക്കിയിട്ടാണ് താഴെ വെച്ച് കൊടുക്കുക. എപ്പോഴും വളം ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ NPKയോ അല്ലെങ്കിൽ ഫാക്ടം പോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കുപ്പിയിലിട്ട് അലിയിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ കോഴിവളമൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് മണൽ, ചാണകപ്പൊടി, കമ്പോസ്റ്റ് പോലെ ആക്കാൻ ആയിട്ട് ഇട്ട് വച്ചിരിക്കുന്നതാണ്. കരിയിലൊക്കെ ഇട്ടായിട്ട് ആക്കി. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കമ്പോസ്റ്റാക്കി എടുക്കാം. പിന്നെ ഇത് പയറിന് ചാരം ഇട്ട് കൊടുക്കുന്നതാണ്. ചാരം എപ്പോഴും പയറിന് നല്ലതാണ്. പയറിന് മാത്രമല്ല മുളകിനും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ നല്ലതാണ് ഇടയ്ക്ക് ചാരം ഇട്ട് ഇതുപോലെ കടക്കയിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കുന്നത്. പിന്നെ മഴക്കാലത്ത് ഏറ്റവും ശല്യം ഈ പുഴുക്കേടാണ്. ഇത് കണ്ടോ, പുഴുകൾ വന്ന് ഇല തിന്നലാണ്. അപ്പോൾ അതിനെ കാലക്സ് വേണമെങ്കിൽ നമുക്ക് പുഴുക്കേടിന് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ വേപ്പെണ്ണ എമൽഷനോ തെളിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വെളുത്തുള്ളി മിശ്രിതം ഒക്കെ തെളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പുഴുക്കേടുണ്ടാവും. അപ്പോൾ ഈ മഴക്കാലത്ത് അതൊക്കെ അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ചുരയ്ക്ക, പീച്ചിലാണ് ഇപ്പോൾ ഈ മുളച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പാവിയിട്ടുള്ളൂ, ഒരെണ്ണം മുള വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് പീച്ചിലാണ് മുളച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓണാണല്ലോ. അപ്പോൾ ഓണത്തിന് കുറച്ച് ചെട്ടുമല്ലി പൂക്കളും ആവശ്യമാണല്ലോ. അപ്പോൾ ആ ചെട്ടുമല്ലി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെട്ടുമല്ലി വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഓണത്തിന് ആരും കൃഷി ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഇതുപോലെ വിത്തുകളൊക്കെ മേടിച്ച് കൃഷി ചെയ്ത്
നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കറി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ.